ട്രയലിലെ 4ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്ന് 3 അട്രാക്ഷൻസിനാണ് നമ്മൾ പോകുന്നത്. സാങ്ച്വറി ഓഫ് ട്രൂത്ത്, പിന്നെ അണ്ടർ വാട്ടർ വേൾഡ്, പിന്നെ ഒരു ആർട്ട് മ്യൂസിയം. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് വളരെ ഫേമസ് ആയിട്ടൊരു അട്രാക്ഷൻ തന്നെയാണ്. അവിടേക്ക് പോകാൻ വളരെ എക്സൈറ്റഡ് ആണ്. കുറച്ച് ഫോട്ടോസും അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ബൂത്തെല്ലാം അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. 4ാം ദിവസത്തെ യാത്ര അങ്ങനെ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ലൻഡിൻ്റെ ക്ലാസിക് ഐക്കോണിക് ലാൻഡ്മാർക്കുകളിലൊന്നായ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ് യാത്ര. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ എത്തിക്കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ, അപ്പോഴേക്കും ആളെത്തി. സൂര്യയും തേജുവും ഒക്കെ റെഡിയായിട്ട് ഇതായി ഇറങ്ങി വരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ട്രെയിനിൽ 4ാമത്തെ ദിവസം നമ്മൾ അടുത്തൊരു യാത്രയ്ക്ക് റെഡിയാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ് യാത്ര. അവിടെ നിന്ന് അണ്ടർ വാട്ടർ വേൾഡ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീ യു ദ. യെസ് തേജു, സേ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ താമസിക്കുന്ന റോയൽ പാലസ് ഹോട്ടലിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക്. അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താം. നമ്മൾ ഇന്നലെ അൽക്കാസർ ഷോയ്ക്ക് പോയ റോഡില്ലേ, അത് തന്നെയാണ് ഈ കാണുന്നത്, പട്ടായ ബീച്ച് റോഡ്. ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് സ്ഥിതി ചെയ്യുന്നതും ബീച്ചിനോട് ചേർന്ന് തന്നെയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ടെർമിനൽ 21 എന്നുള്ളൊരു ബിൽഡിംഗ് കണ്ടു. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിനോട് ചേർന്ന് ഒരു മൾട്ടി ലെവൽ ഒരു ബിൽഡിംഗ് കാണാം. അത് ഇവിടെയുള്ള ഒരു ആഡംബര ഹോട്ടലാണ് സ്പേസ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിന്റെ ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളെ പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രധാന പാത പിന്നിട്ട് ഇപ്പോൾ ചെറിയൊരു വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തായ്ലൻഡിന്റെ ഒരു ഗ്രാമീണ മേഖലയാണിത്. ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരു ബീച്ച് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. അങ്ങകലെ ഒരു കവാടം കാണുന്നുണ്ട്. അതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ പ്രധാന ഗേറ്റ് എന്ന് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞു. കവാടം കടന്ന് ഞങ്ങളുടെ കാർ അകത്തേക്ക് കയറി. ഇനി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അതുപോലെ ടിക്കറ്റ് ഡ്രൈവറേട്ടൻ തന്നെ എല്ലാം ശരിയാക്കി തരും. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയ നേരത്ത് ഞങ്ങൾ അവിടെയുള്ള ആ ഭാഗങ്ങളെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. നല്ല അലങ്കാര പണികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു അക്വേറിയം പോലെ നല്ല വർണ്ണ മത്സ്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ തേജു ആ കാഴ്ചകളൊക്കെ കണ്ട് നന്നായി എൻജോയ് ചെയ്യുകയാണ്. ഏകദേശം 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഗൈഡഡ് ടൂർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നേരത്തെ നമ്മളിരുന്ന അതേ സ്ഥലം തന്നെ, ആ ഫിഷ് ടാങ്ക് ഉള്ള ഏരിയ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഗൈഡഡ് ടൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതാണ്. കാരണം കാണുന്ന കാഴ്ചകളുടെ പിന്നിലുള്ള കഥകൾ നമുക്കറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗൈഡഡ് ടൂറുകൾ എടുക്കണം. പക്ഷെ നമ്മളിങ്ങനെ ഒരു വ്ളോഗിങ് ചെയ്ത് നടക്കുമ്പോൾ അത് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഒരു സ്ഥലത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാനായിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ 2 രീതിയിലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും, എന്നാൽ ആവശ്യമുള്ള ഷോട്ടുകളൊക്കെ ഞാൻ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ നടന്നു. ഞങ്ങളിപ്പോൾ ഒരു ടെറസ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ അതിമനോഹരമായ ദൃശ്യം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രസിദ്ധമാണ് തായ്ലൻഡിന്റെ ഈ ഐക്കോണിക് സിംബൽ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തവരെല്ലാം ആദ്യം ഇവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഒരു പനോരമിക് ദൃശ്യം തന്നെ ഇവിടെ നിന്നാൽ കാണാം.
ഉച്ചയ്ക്ക് 12:30 സ്ലോട്ടാണ് ഞങ്ങൾക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്ത് വിസിറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം 30 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അതാണ് ഞങ്ങളുടെ ബാച്ച്. ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങി, അതായത് മരത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോൾ വേറൊരു സംഘം ഇതുപോലെ തിരിച്ചു കയറി വരുന്നുണ്ടായിരുന്നു അവരുടെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ഹെൽമെറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റ് തരുന്നതിൻ്റെ ആവശ്യകതയൊക്കെ വിവരിക്കാനായിട്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞങ്ങളുടെ ഗൈഡ് ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിലെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ തലയിൽ വീണ് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഈ ഹെൽമെറ്റ് ഇങ്ങനെ തരുന്നത്. അങ്ങനെ എല്ലാവരെയും വിഷ് ചെയ്തിട്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് ഗൈഡ് ഇതിൻ്റെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞു തരികയാണ്. പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച ഒരു നിർമ്മിതി ആയതുകൊണ്ട് ഇതിന്റെ സൈൻ ബോർഡും മരത്തിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗൈഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുകയാണ്. കുറച്ചു ദൂരം നടക്കാനുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എത്തുന്നത് ഈ മ്യൂസിയത്തിന്റെ തന്നെ ഒരു വലിയൊരു വർക്ക്ഷോപ്പ് ഏരിയയിലേക്കാണ്. നിരവധി ജോലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഗൈഡ് നമുക്ക് കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ പറഞ്ഞു തരും. അതായത് നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല, ജസ്റ്റ് കണ്ടു നടക്കാനേ പാടുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ മ്യൂസിയം അല്ലെങ്കിൽ ഈ ക്ഷേത്രം പണിതീരാത്ത ഒരു നിർമ്മിതിയാണ്. കാരണം 365 ദിവസവും ഇവിടെ എന്തെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള മോടി പിടിപ്പിക്കലോ അല്ലെങ്കിൽ മുഖപ്പിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയോ അങ്ങനെയുള്ള ജോലിക്കാരാണ് ഇവിടെ കാണുന്നത്. മരത്തിൽ പല കടച്ചിൽ വിദ്യകളൊക്കെ ചെയ്യുന്ന ജോലിക്കാരെ ഇവിടെ കാണാം. ഞങ്ങളുടെ ഗൈഡ് ഈ മ്യൂസിയത്തിനെ പറ്റിയുള്ള ചരിത്രമൊക്കെ പറയുന്ന തിരക്കിലാണ്. നമ്മൾ ആദ്യം കാണുന്നത് ഈ മ്യൂസിയത്തിന്റെ തന്നെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അതിന്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിനിയേച്ചർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പിന്നീട് നമ്മൾ ഈ മ്യൂസിയത്തിന്റെ തൊട്ട് മുന്നിലേക്ക് എത്തുന്നത്. അതായത് വലിയൊരു ഗ്രൗണ്ട് അവിടെയുണ്ട്, ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തും. നേരത്തെ ടെറസ് ഭാഗത്ത് നിന്ന് കണ്ട ആ മനോഹരമായ നിർമ്മിതി ഇപ്പോൾ ഇതാ തൊട്ടു മുന്നിൽ. വളരെയധികം സന്തോഷം തോന്നി ഞങ്ങൾക്ക്. തായ്ലൻഡിന്റെ ഐക്കോണിക് സിംബലായ ഈ മ്യൂസിയത്തിന്റെ കുറച്ച് പ്രത്യേകതകളും അതുപോലെ ചരിത്രവും ഒക്കെ ഒന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പണിതീരാത്ത വീട് എന്ന പേര് തികച്ചും അനുയോജ്യമാണ് ഈ മ്യൂസിയത്തിന്. കാരണം 1981 ഇത് കൺസ്ട്രക്ഷൻ ആരംഭിച്ച ശേഷം 365 ദിവസവും എന്തെങ്കിലുമൊക്കെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര വലിയ മന്ദിരമായിട്ടും, അതായത് 100 മീറ്റർ ഉയരമുണ്ട് ഈ ഒരു മ്യൂസിയത്തിന്, എന്നാൽ പോലും ലോഹത്തിൻ്റെ ഒരു പീസ് പോലും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അതായത് പൂർണ്ണമായും മരം കൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഈ ഒരു മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് വലിയ വലിയ പീസുകളൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് മരം കൊണ്ട് തന്നെയുള്ള ജോയിൻ ടെക്നിക്കുകൾ, അതിൻ്റെ പിന്നുകൾ, വെഡ്ജുകൾ, സ്ലോട്ടുകൾ, അങ്ങനെ മരത്തിൻ്റെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്, പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഗൈഡുകളിൽ പലരും ഫിലിപ്പീൻ സ്വദേശികളാണ്. അങ്ങനെ ഗൈഡ് പറയുന്ന കഥകളൊക്കെ കേട്ട് ഞങ്ങൾ പുറമേയുള്ള കാഴ്ചയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നടന്നു. പിന്നീട് ഞങ്ങൾ അകത്തേക്ക് കയറി. ഈ മ്യൂസിയം കാണുമ്പോൾ ആളുകൾക്കുണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ഇതൊരു ഹിന്ദുമതമോ അല്ലെങ്കിൽ ബുദ്ധമതമോ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു മ്യൂസിയം തന്നെയാണ്. പക്ഷെ ഇതിനകത്തുള്ള ഈ കാണുന്ന കൊത്തുപണികൾ മനോഹരമായ കൊത്തുപണികളാണ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. ഇവിടെയുള്ള കൊത്തുപണികളിൽ പലതും ഹിന്ദുമതം അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ നിന്നുള്ള രൂപങ്ങൾ തന്നെയാണ്. ഒരു ആരാധനാലയം എന്നതിലുപരി ഒരു മനോഹരമായ കലാസൃഷ്ടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
ശിവകുടുംബത്തെ പ്രതീകമാക്കിക്കൊണ്ടുള്ള 2 തൂണുകൾ അടങ്ങിയ ഒരു സ്റ്റെയർ കേസിലൂടെയാണ് നമ്മൾ ആദ്യം മുകളിലേക്ക് കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആരാധനാലയ സ്ഥലമല്ല, എങ്കിലും ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും പെട്ട നിരവധി രൂപങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. അങ്ങനെ നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഇത്തരം നിരവധി ഹാളുകൾ ഇവിടെയുണ്ട്. ഓരോ ഹാളുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ ഹാളിന്റെ 4 വാർഡും നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായ ശില്പങ്ങൾ അടങ്ങിയ കൊത്തുപണികളാണ്. ഓരോ ശില്പിയും തൻ്റെ വൈദഗ്ധ്യമാണ് ഏറ്റവും മികച്ചതെന്നാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം അത്രയ്ക്ക് ജീവസുറ്റ പ്രതിമകളാണ് മരത്തിൽ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. സത്യത്തിന്റെ പല നിർവചനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള കൊത്തുപണികളിലും അല്ലെങ്കിൽ രൂപങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. വായു, ജലം, അഗ്നി, ആകാശം, ഇങ്ങനെയുള്ള തത്വചിന്തകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഭാരതീയ സംസ്കാരത്തിൽ നമ്മളതെല്ലാം പഠിച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അത് ഇവിടെ കുറച്ചുകൂടി നന്നായി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ വിവരിച്ചിട്ടുണ്ട്. അതായത് ഓരോ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഗോഡ് ഓഫ് വാട്ടർ, ഗോഡ് ഓഫ് ഫയർ, അങ്ങനെ ഓരോന്നിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതും അതെന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഗൈഡ് നന്നായിട്ട് വിവരിച്ചു തരുന്നുണ്ട്. അതൊരു വേറൊരു പ്രത്യേക ഹാളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഗൈഡ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴും എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് പരമാവധി നല്ല ദൃശ്യങ്ങൾ ക്യാമറയിലാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കടലിന് അഭിമുഖമായിട്ടാണ്. അപ്പോൾ ഓരോ ജാലകത്തിൽ നിന്ന് നോക്കുമ്പോഴും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതിൻ്റെ ആ കൊത്തുപണികൾ നിറഞ്ഞ ജാലകത്തിൻ്റെ ഇടയിലൂടെ ഞാൻ പതുക്കെ ക്യാമറയുമായിട്ട് അങ്ങനെ ചെന്നു. നല്ല നീല നിറത്തിൽ എങ്ങനെ കടലെങ്ങനെ കിടക്കുകയാണ്. അതൊരു ഭംഗിയായൊരു കാഴ്ച തന്നെയായിരുന്നു അത്. അത് ഏത് ഭാഗത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. 4 വശത്തും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമത്. ഈ ദേവാലയം പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതായത് ഏറ്റവും പഴക്കമേറിയ ഒരു മരം, ടാക്കിയൻ മരം, അതാണ് ഇതിൻ്റെ പ്രധാന തൂണുകളും മേൽക്കൂരകൾക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 600 വർഷം വരെ നിലനിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ സൈലിയ, അതായത് മായി ടാക്കിയാൻ, മായി പഞ്ചാട്ട്, പിന്നെ നമ്മുടെ നാടൻ തേക്ക് മരം. ഈ എല്ലാ കാർവിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നത് തേക്ക് മരത്തിലായിരിക്കും. അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആണ്, നമുക്ക് കാണുമ്പോൾ അത് അറിയാൻ പറ്റും. അത് ഏകദേശം 100 മീറ്ററിലധികം ഉയരമുള്ള ഈ ഒരു തടി സങ്കേതം എന്ന് തന്നെ പറയാം. തായ്ലൻഡ് ഉൾക്കടലിൻ്റെ അടുത്തുള്ള ഏറ്റവും മനോഹരമായൊരു നിർമ്മിതി തന്നെയാണ്. വേറൊരു ഹാളിൽ നാം കാണുന്നത് ഒരു വ്യക്തിയുടെ പ്രതിമയാണ്. അപ്പോൾ ഇത് ഗൈഡ് എന്താണെന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പേര് കേട്ടപ്പോൾ ഒരു വിചിത്രമായിട്ട് തോന്നി. രാമനാഥ് എന്നാണ് ഒരു മലയാളി പേര് പോലെ തന്നെ അല്ലേ. അതായത് ഇവിടത്തെയുള്ള ചക്രവർത്തിമാരുടെ പേരൊക്കെ ഇവര് നമ്മുടെ ലോർഡ് രാമ എന്ന് വിശേഷിപ്പിക്കുന്നതിന് തുല്യമായിട്ട് എല്ലാവരുടെയും പേരുകൾ അങ്ങനെയാണ്. ചക്രവർത്തിമാരുടെ പേരുകൾ രാമ എന്ന് തുടങ്ങുന്നതായിരിക്കും. രാമ 1, രാമ 2 അങ്ങനെ. അപ്പോൾ ഇതൊരു സാംസ്കാരിക ശില്പി തന്നെയാണ്, രാമനാഥ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയുടെ പ്രതിമ തന്നെയാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ വെച്ചിരിക്കുന്നത്. സാങ്ച്വറി ഓഫ് ട്രൂത്ത്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സത്യത്തിൻ്റെ 7 പ്രമേയങ്ങളാണ് ഇവിടുത്തെ തൂണുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നതാണ് ആദ്യത്തെ സത്യം. നമ്മൾ എങ്ങനെയാണ് ജീവിതം നയിക്കുന്നതെന്ന് രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ സത്യം ജീവിത അവസാനം എന്താണെന്നാണ്.
സംസ്കാരത്തിന്റെ മാതൃകകൾ 4-ാമത്തെ സത്യമാകുമ്പോൾ ജീവിത ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുന്നു 5-ാമത്തെ സത്യം. സമൂഹം ഇരുവശങ്ങളുള്ള ഒരു നാണയം പോലെയാണെന്നാണ് 6-ാമത്തെ സത്യം പറയുന്നത്. അതുപോലെ സമൂഹത്തിന്റെ ആരംഭം എന്തെന്ന് 7-ാമത്തെ സത്യം പറയുന്നു. അങ്ങനെയാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന പേര് ഈ മ്യൂസിയത്തിന് വന്നത്. ഇതാ ചെറിയൊരു വീട് കണ്ടില്ലേ? ഇതാണ് ഇവിടെ ഫോട്ടോഷൂട്ടിന് സൗകര്യം ഒരുക്കുന്നത്. അതായത് നമുക്ക് തായ്ലൻഡ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നമുക്കിവിടെ ഫോട്ടോ എടുത്ത് നടക്കാം. ഞങ്ങളും ചെയ്തു അതുപോലെ. തായ്ലൻഡ് രാജാക്കന്മാരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ രാജ്ഞിമാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ നടന്നു. തേജുവിന് ചെയ്യാൻ പറ്റിയില്ല, കാരണം 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത്തരം ഡ്രസ്സുകൾ അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റിയില്ല. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സംഗീതം കേട്ടു. കുറച്ച് കലാകാരന്മാരിരുന്ന് നല്ലൊരു തായ് മ്യൂസിക് അങ്ങനെ പ്ലേ ചെയ്യുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. തായ്ലൻഡിൽ നിരവധി അട്രാക്ഷൻസ് ഉണ്ട്. തായ്ലൻഡിലേക്ക് അല്ലെങ്കിൽ പട്ടായയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് അവിടെയുള്ള ആഘോഷ രാവുകളിൽ പങ്കെടുക്കുക, അതുപോലെ പട്ടായ ബീച്ചിലൊക്കെ കറങ്ങി നടന്ന് അവിടെയുള്ള പബ്ബുകളിലേക്ക് ഉല്ലസിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതിലുപരി കുറച്ച് ആത്മീയമായതും അല്ലെങ്കിൽ തായ്ലൻഡ് സംസ്കാരത്തെ ഒന്ന് കണ്ടറിഞ്ഞ് നമ്മൾക്ക് നടക്കാനുള്ള ഒരു സൗകര്യമുള്ള ഇത്തരം സ്ഥലങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധ പോകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് അത് തീർച്ചയായും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളിനി സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ തിരിക്കുമ്പോൾ ഒന്ന് പുറകോട്ട് നോക്കി, അപ്പോൾ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയാണ് ആ അഭിമാനമായ തായ്ലൻഡിൻ്റെ അഭിമാന സ്തംഭം അല്ലെങ്കിൽ അഭിമാന നിർമ്മിതി എന്ന് പറയുന്ന ആ ഒരു വലിയ കൊട്ടാരം കണക്കെയുള്ള സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന മ്യൂസിയം.